മമ്മൂട്ടിയുടെ മാസ് എൻട്രി. എന്തായാലേ കേരളം എല്ലാ തെരഞ്ഞെടുപ്പിനും ഇങ്ങനെ നോക്കിയിരിക്കുന്ന കാഴ്ചയാണ്. മമ്മൂട്ടി എല്ലാ തവണയും അത് രേഖപ്പെടുത്തും. കൊച്ചി നഗരസഭയിലെ 52ാം ഒരു വ്യക്തിയാണ്. പൊന്നുരുന്നി ക്രൈസ്റ്റ് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി മമ്മൂട്ടിയും ഭാര്യ സുൽഫത്തും എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇന്ന് ഒരുപാട് താരങ്ങളൊക്കെ തന്നെ പലരും പല ഇടങ്ങളിലായി വോട്ട് രേഖപ്പെടുത്തി. നേരത്തെ ടൊവിനോ തോമസും ഒപ്പം ഫഹദ് ഫാസിൽ കുടുംബവുമായി എത്തി, ഫാസിലുമായിട്ടൊക്കെ എത്തി. പിന്നീട് അങ്ങനെ ഒരുപാട് താരങ്ങൾ ഈ സമ്മതിദാനാവകാശം അത് സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ മമ്മൂട്ടിയും ഭാര്യ സുൽഫത്തും പൊന്നുരുന്നിയിൽ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. മമ്മൂട്ടി എന്തായാലും പ്രതികരിച്ചേക്കാം. എന്തെങ്കിലും വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. ഉച്ചയ്ക്ക് തന്നെ വലിയ VIP-കളൊക്കെ വോട്ട് ചെയ്ത് മടങ്ങിയിരുന്നു. ഉച്ചയ്ക്ക് ശേഷമുള്ള ഏറ്റവും വലിയ VIP എൻട്രി മമ്മൂട്ടിയാണ്. കൊച്ചിയിൽ മമ്മൂട്ടിയുടെ വോട്ട്. മമ്മൂട്ടി വോട്ട് ചെയ്യാനായി പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. തന്നെ മമ്മൂട്ടി എത്തുമ്പോൾ മോഹൻലാല് ഈ വോട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇവിടെ പൂജപ്പുരയിൽ കഴിഞ്ഞ എനിക്കൊന്നൊരു 10 വർഷം മുമ്പൊക്കെ എത്തുമായിരുന്നു. കാണാം. പക്ഷേ മുടവൻ മുകളിൽ എത്താറുണ്ട്. പക്ഷെ ഇത്തവണ എന്നാലും മമ്മൂട്ടിയെ മാത്രമേ ആ താര റേഞ്ചിൽ നിന്ന് കാണാൻ കഴിയുന്നുള്ളൂ. നമ്മളിപ്പോ പലരുടെയും വോട്ട് കണ്ടു. ടൊവിനോ തോമസ്, ആസിഫ് അലി തുടങ്ങിയ ആളുകൾ വോട്ട് ചെയ്യാൻ എപ്പോഴും അദ്ദേഹം എത്തുന്ന സമയത്ത് ചുറ്റും ഇങ്ങനെ കണ്ണു തുറന്നിരിക്കുന്ന 100 കണക്കിന് ക്യാമറകളുടെ ഇടയിലൂടെ നടന്ന അദ്ദേഹത്തിന്റെ ശീലമാണ്. മാത്രമല്ല തങ്ങളിലൊരുവനായി വോട്ട് രേഖപ്പെടുത്താൻ ഞാൻ വന്നതുപോലെ അദ്ദേഹവും വരുന്നു, ഞാൻ രേഖപ്പെടുത്തുന്ന സമയത്ത് രേഖപ്പെടുത്തുന്നു എന്നൊക്കെയുള്ള മലയാളികളുടെ കുറച്ച് അഭിമാനങ്ങളാണ്. അതാ ജനാധിപത്യത്തിൽ വലിപ്പച്ചെറുപ്പങ്ങളില്ലല്ലോ. ജനാധിപത്യത്തിൽ എല്ലാവരും മുഖ്യമന്ത്രി പിണറായി വിജയൻ 15 മിനിറ്റ് RC അമല സ്കൂളിൽ ക്യൂവിൽ നിൽക്കുന്നത് നമ്മൾ കണ്ടു. മറ്റു സാധാരണ പിണറായിക്കാരനെ പോലെ, പിണറായിയിലെ ഏതോ ഒരു കൃഷ്ണേട്ടനെ പോലെ തന്നെയാണ്. പണ്ട് താരങ്ങളുടെ കാര്യം പറയുമ്പോൾ കാവ്യമാധവനാണ് അതിനകത്ത് അപവാദം കേൾപ്പിച്ചത്. പക്ഷെ കാവ്യക്ക് അന്ന് അറിയില്ലായിരുന്നു എന്ന് തോന്നുന്നു. അതാണ് വിവാദമായത്. അങ്ങനെ മെഗാസ്റ്റാർ മമ്മൂട്ടി വോട്ട് രേഖപ്പെടുത്തുകയാണ്. സാധാരണക്കാരനെ പോലെ എല്ലാ വോട്ട് ചിട്ടവട്ടങ്ങളൊക്കെ തന്നെ അതിനെ ക്യൂ ഒക്കെ നിന്ന് വോട്ട് രേഖപ്പെടുത്തുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹം ഇറങ്ങിയ ശേഷം എന്തെങ്കിലും പറയുമായിരിക്കും. ഓക്കെ, പൊന്നുരുന്നിയിൽ വോട്ട് ചെയ്യാൻ നടൻ മമ്മൂട്ടി, മെഗാസ്റ്റാർ മമ്മൂട്ടി എത്തിയിരിക്കുന്നു. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുകയുമാണ്. നമുക്ക് കുറച്ച് വിവരങ്ങളിലേക്ക് കൂടി പോകാം. പാലക്കാട് ലോക്സഭാ മണ്ഡലം 50ലേക്ക് ഇങ്ങനെ മുട്ടി എത്തുകയാണ്. 48.9% ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തുന്നത് ഷൊർണൂരിലാണ്. ഷൊർണൂർ, ഒറ്റപ്പാലം, കോങ്ങാട് ആണ് വളരെ ഉയർന്ന. മലമ്പുഴ, അവിടെ ഇടത് ശക്തി കേന്ദ്രങ്ങളിൽ ഷൊർണൂര്, ഒറ്റപ്പാലം, മലമ്പുഴ ഇത് മൂന്നും കഴിഞ്ഞ തരംഗത്തിൽ പോലും LDF-നൊപ്പം നിന്ന മണ്ഡലങ്ങളാണ്. അവിടെ നേരത്തെ ഞാൻ കാസർഗോഡിന്റെ കാര്യം പറഞ്ഞതുപോലെ കേഡർ വോട്ടുകൾ ഇതിനോടകം ഒരുപക്ഷെ CPM പോൾ ചെയ്യിച്ചിരിക്കാം. അതേസമയം തന്നെ ഈ മണ്ണാർക്കാടും പട്ടാമ്പിയിലും കഴിഞ്ഞ തവണ വലിയ ലീഡ് ശ്രീകണ്ഠൻ കൊടുത്തിട്ടുള്ള 2 മണ്ഡലങ്ങളാണ്. അവിടെ ഉച്ചയ്ക്ക് ശേഷം കുറച്ചുകൂടി പോളിംഗ്. ആലത്തൂരിലേക്ക് വരുമ്പോൾ തരൂരിൽ 49% കടന്നിരിക്കുന്നു. തരൂര് നല്ല ഏറ്റവും മികച്ച പോളിംഗ്. ചിറ്റൂരും നെന്മാറയും ആലത്തൂരിലും ആലത്തൂർ നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 48% വോട്ട് രേഖപ്പെടുത്തുന്നു. അങ്ങനെ പൊന്നാനി ഇപ്പോഴും 43% എത്തി നിൽക്കുകയാണ്. 43.7% വോട്ടാണ് പൊന്നാനിയിൽ രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ തവണ 75% വോട്ട് രേഖപ്പെടുത്തിയ ലോക്സഭാ മണ്ഡലമാണ്. തിരുവല്ല കുന്നന്താനത്ത് എന്ന ഒരു കള്ളവോട്ട് പരാതി കൂടി വരുന്നുണ്ട്. പാലക്കാത്തകിടി UP സ്കൂളിലെ ബൂത്തിൽ വോട്ട് ചേർത്തിയ 5 ഫിലിപ്പോസിന്റെ വോട്ട് മറ്റാരോ ചെയ്തു എന്നാണ് പരാതി. അങ്ങനെ അടൂർ മണക്കാല ബൂത്തിൽ 166 കള്ളവോട്ട് വോട്ട് ചെയ്ത് കഴിഞ്ഞു. സുൽഫത്ത് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. 2 പേരും വോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി മമ്മൂട്ടിയും ഭാര്യയും മടങ്ങാണ്. ബൂത്തിനകത്ത് നിന്ന് സംസാരിക്കാൻ കഴിയില്ല. കുറച്ച് അകലെ മാത്രമേ മമ്മൂട്ടിക്കല്ല ആർക്കായാലും സംസാരിക്കാൻ കഴിയുള്ളൂ. അത് വോട്ട് ചെയ്തതിന് ശേഷം മമ്മൂട്ടി എന്തെങ്കിലും സംസാരിക്കുമോ എന്നുള്ളതാണ് ഇനിയുള്ള ആകാംക്ഷ. സംസാരിക്കാതിരിക്കാം. രാഷ്ട്രീയ നേതാക്കളെ പോലെ മാൻഡേറ്ററി ആയിട്ട് ബൈറ്റ് കൊടുക്കേണ്ട ആളല്ല മമ്മൂട്ടിയെ സംബന്ധിച്ചുള്ള ഒരു നിലപാടും രാഷ്ട്രീയവും ബോധവും ഒക്കെ ഉള്ള ആളാണ്. അതെ. പക്ഷെ അത് അദ്ദേഹം അങ്ങനെ ഒരു ഇലക്ഷൻ വേളയിൽ തുറന്നു പറയാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല.
മമ്മൂട്ടി എന്താണ് സംസാരിക്കുക? നേരത്തെ ശ്രീനിവാസൻ സംസാരിച്ചപ്പോൾ ആക്രോശിച്ചാണ് സംസാരിച്ചത്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരെയും വിശ്വസിക്കാൻ കൊള്ളില്ല. ഇപ്പോൾ മമ്മൂട്ടിക്ക് എന്തായാലും കൃത്യമായ രാഷ്ട്രീയ ബോധം. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പൊതു ദിവസം പൊതുമധ്യത്തിൽ വെച്ച് അദ്ദേഹം അങ്ങനെയൊന്നും ഒരു ദുസൂചനകൾ നൽകാറുമില്ല. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും അദ്ദേഹം പറയാൻ പോകുന്നത് എന്ന് നമുക്ക് കൗതുകത്തോടെ നോക്കിക്കാണാം. നേരിട്ട് തന്നെ അറിയാം. മമ്മൂട്ടിയും ഭാര്യ സുൽഫത്തും ഒന്നിച്ച് രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് പൊന്നുരുന്നി ക്രൈസ്റ്റ് സ്കൂളിൽ വോട്ട് ചെയ്യാൻ എത്തിയത്. അപ്പം മമ്മൂട്ടി വോട്ട് ചെയ്ത് കഴിഞ്ഞ് പുറത്തേക്ക് പോവാണ്. വലിയ തിക്കും തിരക്കും ഇടിയും ബഹളവുമാണ്. ചാനലുകളുടെ ക്യാമറ, ആളുകളുടെ മൊബൈൽ ഫോൺ, ഓൺലൈൻ ചാനലുകളുടെ സാമഗ്രികൾ, ഇങ്ങനെ ആകെ ബുദ്ധിമുട്ടിലാണ് മമ്മൂട്ടി എന്ന് തോന്നുന്നു. അദ്ദേഹം തിരികെ രക്ഷപ്പെട്ടു പോവാണ്, വേറൊരു വഴിയിലൂടെ പോവാണ്. പോലീസ് ഇടപെടുന്നുണ്ട്. കാരണം ആളില്ലാത്തൊരു സമയത്താണ് അദ്ദേഹം ഇറങ്ങിയത്. 3 മണിയൊക്കെ ആകുമ്പോൾ പൊതുവെ ഒരു ആള് ബൂത്തുകൾ കാണില്ല. പക്ഷെ ഇപ്പോഴും ക്യാമറ കണ്ടുകൾ അദ്ദേഹത്തെ ഒപ്പിയെടുക്കാൻ ഒരുപാട് നേരത്തെ പറഞ്ഞതുപോലെ ക്യാമറകൾ, ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ഒന്നും സംസാരിക്കുന്നില്ല എന്ന് തോന്നുന്നു. ദേശീയ ചാനലുകൾ അടക്കം മമ്മൂട്ടിയുടെ പ്രതികരണത്തിനായി ഉണ്ട്. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി മടങ്ങി പോവുകയാണ്. മമ്മൂട്ടി പ്രത്യേകിച്ചൊന്നും സംസാരിക്കുന്നില്ല. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ മകന്റെ വീട്. മമ്മൂട്ടി ഇപ്പോൾ താമസിക്കുന്ന വീട്. അവിടേക്ക് മടങ്ങുകയാണ്. വാഹനത്തിൽ ഇരുന്നെങ്കിലും എന്തെങ്കിലും സംസാരിക്കുമോ എന്ന് ആരായുന്നുണ്ട് മാധ്യമപ്രവർത്തകർ. പക്ഷേ മമ്മൂട്ടി സാധാരണഗതിയിൽ മുൻപൊക്കെ തെരഞ്ഞെടുപ്പിന് വന്ന് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹം സംസാരിക്കേണ്ടത്. പക്ഷേ ഇത്രയും തിരക്ക് വന്നതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് സാധിക്കാതെ പോയത്. വാഹനം മുന്നോട്ട് എടുക്കാൻ കഴിയാത്ത വിധത്തിൽ അവിടെ ബഹളമാണ്, അല്ലെങ്കിൽ ആൾക്കൂട്ടമാണ്. മമ്മൂട്ടി വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം സ്വന്തം വാഹനം ഡ്രൈവ് ചെയ്ത് മടങ്ങാണ്. അങ്ങനെ ആ കാഴ്ച അവസാനിച്ചിരിക്കുന്നു. മമ്മൂട്ടി വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. പൊന്നുരുന്നിയിലെത്തിയ അദ്ദേഹം പൊന്നുരുന്നി CKC സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മമ്മൂട്ടിയും ഭാര്യയും മടങ്ങുകയാണ്. എറണാകുളത്തെ ഏറ്റവും VIP വോട്ടുകളിലൊന്നും മമ്മൂട്ടിയുടെ വോട്ടാണ്. മമ്മൂട്ടി വോട്ട് ചെയ്ത് മടങ്ങിയിരിക്കുന്നു.